സയ്യിദന്മാരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വെറും കാണുന്ന സമയത്ത് കൈപിടിച്ച് മുത്തലാണ് എന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ അവരെ മുന്നിൽ ഇങ്ങനെ വല്ലാതെ ബഹുമാനം കാണിക്കലാന്ന് വിചാരിക്കരുത്. മറിച്ചോ സയ്യിദന്മാരോടുള്ള ഏറ്റവും വലിയ ബഹുമാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത്. പോരാ, അവരോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത്. ചില ആളുകളുണ്ടല്ലോ, അവരെ ഉദ്ഘാടനത്തിൽ ചിലപ്പോൾ തങ്ങന്മാരുകളും, ചിലത് പതേ പ്രകാശനം ചെയ്യണമെങ്കിൽ തങ്ങന്മാരുകളും, ജനങ്ങളുടെ സ്ഥാനം കിട്ടാൻ വേണ്ടി തങ്ങന്മാരുകളും, അതേ സ്ഥാനത്ത് പ്രസംഗിക്കാൻ മൈക്കിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ ഒരു തങ്ങന്മാരെന്ന് പറയുന്നൊരു കൂട്ടർ ഇസ്ലാമിലില്ല. കേരളത്തിലെ തങ്ങന്മാരില്ല, മദീനയിൽ തന്നെ തങ്ങന്മാരിന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവ്വ മക്കളെയും നിഷേധിച്ചു കളയുന്ന വിവരം കെട്ട പുത്തൻമാതിയുടെ സദസ്സിൽ ഓ എന്റെ വയലുകൾക്കുന്ന ഉമ്മ, വയലുകൾക്കുന്ന പെങ്ങള്, നമ്മൾ പോയി ഇരിക്കുന്നവരായി കൂടാ. അത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ് കേട്ടോ. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സയ്യിദന്മാരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വെറും കൈപിടിച്ച് മുത്തലാണ് എന്ന് വിചാരിക്കരുത്. അത് ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടാകാം, പ്രകാശനം ചെയ്യുമ്പോൾ തങ്ങന്മാര് വേണം, അവരെ കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ തങ്ങന്മാര് വേണം. എന്തിനാണ് ജതി തങ്ങന്മാരോടുള്ള ബഹുമാനം കൊണ്ടല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ജനങ്ങളെ മുന്നിൽ പബ്ലിസിറ്റി കാണിച്ചിട്ട് അവരെ പണം പോക്കറ്റ് അടിക്കാനാണ്. അങ്ങനെയുള്ള ആളുകളെ സ്നേഹം കണ്ടിട്ട് സയ്യിദന്മാരെ വഞ്ചിച്ച് നടക്കുന്ന ഇത്തരം പുത്തൻവാദികളുണ്ടല്ലോ, അവരെ പിന്നാലെ പോയി ഈമാൻ കളയുന്നവനായി നമ്മൾ നശിച്ചു പോയിക്കൂടാ. അവര് പ്രകാശനം ചെയ്യുന്ന സക്കാത്തിന്റെ എംബ്ലം കണ്ടിട്ട് വയലുകൾക്കും ഏതെങ്കിലും മുതലാളിമാരാണെങ്കിലും സക്കാത്ത് ഏതെങ്കിലും അത്തരം ജമാഅത്തുകാരന്റെ കയ്യിൽ കൊടുത്താൽ, അത്തരം വഹാബികളെ കയ്യിൽ കൊടുത്താൽ സക്കാത്ത് വിടുമെന്ന് പ്രതീക്ഷിക്കണ്ട.